അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹനം എന്നുള്ള സൽഗുണത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാതെ സ്വർഗമെന്ന റബ്ബിൻ്റെ സമ്മാനം നേടുവാൻ ജീവിതത്തിൽ ഒരാൾക്കും സാധിക്കുകയില്ല. മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നേടണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ ഒരുക്കി വെക്കേണ്ടുന്ന പാതയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൽഗുണമാണ് അത്. ക്ഷമ കൈക്കൊണ്ടവർക്കാണ് ആത്യന്തികമായ വിജയമെന്നാണല്ലോ ഇസ്ലാമിൻ്റെ അധ്യാപനം. ഭൗതിക ജീവിതത്തിൽ അല്പമൊക്കെ സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയാത്തവർക്ക് എവിടെയും എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഈ ജീവിതം നമുക്ക് നൽകിയ പാഠമാണ്. അതിന് നമ്മുടെ മുമ്പിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ടെങ്കിൽ പിന്നെ സ്വർഗമെന്ന ഏറ്റവും വലിയ ലക്ഷ്യം നേടണമെങ്കിൽ ക്ഷമിക്കാതെ കഴിയുമോ? ഒരിക്കലുമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ക്ഷമ എന്നുള്ളത് ഒരു ബലഹീനതയല്ല, മറിച്ചൊരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആന്തരികമായ ശക്തിയും ബലവുമാണത്. പ്രതിസന്ധികളിൽ തളരാതെ പ്രതികൂല സാഹചര്യങ്ങളെ ക്ഷമയോടുകൂടി നേരിടുന്നവരാണ് യഥാർത്ഥത്തിലുള്ള വിജയി എന്ന് പറയുന്നത്. ശാന്തവും സമാധാനപരമായൊരു സമൂഹം സൃഷ്ടിക്കും വ്യക്തിപരമായ ഉന്നതിക്കും നമ്മളിൽ ഓരോരുത്തരിലും ക്ഷമ എന്നുള്ള ഗുണം ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. അതേപോലെ തന്നെ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സൽഗുണമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ്റെ 3-ാം അധ്യായം സൂറത്തുൽ ആലി ഇംറാനിൻ്റെ 142-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു വിശ്വാസികളോട് ചോദിക്കുന്നത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമ സ്വാബിരീൻ. അതല്ല, നിങ്ങളിൽ നിന്ന് ധർമ്മസമരത്തിലേർപ്പെട്ടവരെയും ക്ഷമാശീലരെയും അള്ളാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ എന്ന് പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇഹലോക ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തിൻ്റെ മേഖലകളിൽ പരീക്ഷിക്കപ്പെട്ടേക്കാം. അതൊരു പക്ഷേ ശാരീരികമാകും, മാനസികമാകും, സാമ്പത്തികമാകും. ഏതു തന്നെയായാലും ഏത് സന്ദർഭങ്ങളിലായാലും വിശ്വാസികൾ ക്ഷമ അവലംബിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. 3-ാം അധ്യായത്തിൻ്റെ 186-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞത്, തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരങ്ങളിലും ഒക്കെ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യും. നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ പെട്ടതാകുന്നു എന്ന് അള്ളാഹു നമ്മളെ ഉണർത്തുന്നുണ്ട്. ക്ഷമ എന്നുള്ളത് മുഴുവൻ പ്രവാചകന്മാരുടെയും മഹിതമായിട്ടുള്ളൊരു സൽഗുണം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രത്തിൻ്റെ ആ ശകലങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും സമാധാനിപ്പിച്ചത് എന്ന് സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ഏത് വിഷമാനുഭവങ്ങളെയും പ്രതിഫലമായി മാറ്റിയെടുക്കുവാനുള്ള അമൂല്യമായൊരു സൗഭാഗ്യം കൂടിയാണ് ക്ഷമയിലൂടെ വിശ്വാസികൾ നേടിയെടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരം തന്നെയാണ്, എല്ലാം അവന് ഗുണകരമാണ് അവൻ എന്നുള്ളതാണ് അവൻ്റെ ഒരു പ്രത്യേകത. സത്യവിശ്വാസികൾക്കല്ലാതെ ഇത് മറ്റാർക്കും കിട്ടുകയില്ല. അവനൊരു സന്തോഷകരമായ കാര്യം വന്ന് ഭവിച്ചാൽ അവനതിൽ നന്ദി കാണിക്കും, അതവന് നന്മയാണ്. അവനൊരു പ്രയാസം ബാധിച്ചാലോ അതവന് ക്ഷമിക്കുകയും ചെയ്യും, അതും അവന് നന്മയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളിലും ക്ഷമ എന്നുള്ള ഏറ്റവും നല്ല മഹിതമായ ആ സൽഗുണത്തെ സ്വജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.